പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൂർവികർ പ്രകൃതിയെ നോക്കിക്കണ്ടത് കേവലം കൺമുന്നിലുള്ള ഒരു കാഴ്ചയായോ അല്ലെങ്കിൽ ഉപഭോഗവസ്തുവായോ ആയിരുന്നില്ല. അവർക്ക് പ്രകൃതി ഒരു ജീവനുള്ള വിദ്യാലയം ആയിരുന്നു. ആധുനിക മനുഷ്യൻ മണ്ണിൽ നിന്ന് വേർപെട്ട് കൃത്രിമമായ ഇടങ്ങളിലേക്ക് മാറിയപ്പോൾ നമുക്ക് നഷ്ടമായത് സഹസ്രാബ്ദങ്ങളായി കൈമാറിവന്ന ആ നിശബ്ദ ധ്യാനമാണ്. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ സസ്യങ്ങളെ ഔഷധി എന്നാണ് വിളിക്കുന്നത്. ഇതിന്റെ അർത്ഥം പ്രകാശം ഉൾക്കൊള്ളുന്നവ എന്നാണ്. സസ്യങ്ങൾ സൂര്യപ്രകാശത്തെ, ഊർജ്ജത്തെ ആഗിരണം ചെയ്ത് ഭൗതിക രൂപമാക്കി മാറ്റുന്നു. അതുകൊണ്ട് തന്നെ ഒരു സസ്യം ഒരു രോഗത്തെ സുഖപ്പെടുത്തുന്നത് അതിലെ കെമിക്കലുകൾ കൊണ്ട് മാത്രമല്ല, അതിൽ അടങ്ങിയിരിക്കുന്ന പ്രാണശക്തി കൊണ്ടുകൂടിയാണെന്ന് പൂർവികർ വിശ്വസിച്ചിരുന്നു. ഉദാഹരണത്തിന്, ഒരു മരുന്ന് പറിക്കുന്നതിന് മുൻപ് ആ ചെടിയുടെ അനുവാദം ചോദിക്കുന്ന ഒരു രീതി പണ്ട് വൈദ്യന്മാർക്കുണ്ടായിരുന്നു. ഇത് ആ സസ്യത്തിന്റെ ജീവസുറ്റ ഊർജ്ജത്തോടുള്ള ആദരവാണ്. വാക്കുകൾക്ക് മുൻപേ വികാരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അവർക്കറിയാമായിരുന്നു. ഒരു അമ്മയും കുഞ്ഞും തമ്മിൽ വാക്കുകളില്ലാതെ ആശയവിനിമയം നടത്തുന്നത് പോലെ പ്രകൃതിയുമായി നാം നടത്തുന്ന ആശയവിനിമയം ഹൃദയസ്പന്ദനങ്ങളിലൂടെ ആയിരുന്നു. മനുഷ്യൻ ഭാഷ കണ്ടുപിടിക്കുന്നതിനും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ഭൂമിയിൽ ജീവൻ ഉണ്ടായിരുന്നു. അന്ന് ജീവജാലങ്ങൾ പരസ്പരം സംവദിച്ചിരുന്നത് വികാരങ്ങളിലൂടെയും സ്പന്ദനങ്ങളിലൂടെയുമാണ്. നമ്മുടെ ഉള്ളിലെ ഏറ്റവും പ്രാകൃതവും എന്നാൽ ഏറ്റവും സത്യസന്ധവുമായ ആ അറിവ് ഇപ്പോഴും പ്രകൃതിയുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഒരു പൂവ് വിരിയുന്നത് കാണുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന സന്തോഷമോ, ഒരു കാട് കത്തുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന വേദനയോ വാക്കുകളാൽ നിർമ്മിക്കപ്പെട്ടതല്ല. അത് നമ്മുടെ കോശങ്ങൾ പ്രകൃതിയോട് നടത്തുന്ന സംഭാഷണമാണ്. ശാസ്ത്രീയമായി നോക്കിയാൽ മനുഷ്യന്റെ ഹൃദയം ഒരു വലിയ കാന്തിക മണ്ഡലം സൃഷ്ടിക്കുന്നുണ്ട്. സസ്യങ്ങൾക്കും അവരുടേതായ സൂക്ഷ്മമായ ഊർജ്ജ മണ്ഡലങ്ങളുണ്ട്. നാം ഒരു മരത്തിനടുത്ത് നിൽക്കുമ്പോൾ ഈ രണ്ട് മണ്ഡലങ്ങളും പരസ്പരം കലരുന്നു. ഒരു അമ്മ കുഞ്ഞിനെ നെഞ്ചോട് ചേർക്കുമ്പോൾ അവരുടെ ഹൃദയതാളങ്ങൾ ഒന്നാകുന്നതുപോലെ നാം പ്രകൃതിയോട് ചേർന്നു നിൽക്കുമ്പോൾ നമ്മുടെ അസ്വസ്ഥമായ മനസ്സിനെ പ്രകൃതിയുടെ ശാന്തമായ താളത്തിലേക്ക് അവ ക്രമീകരിക്കുന്നു. ഇതിനെയാണ് നമ്മുടെ പൂർവികർ പ്രകൃതിയുമായുള്ള താതാത്മ്യം എന്ന് വിളിച്ചിരുന്നത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞ് വാക്കുകളല്ല കേൾക്കുന്നത്, മറിച്ച് അമ്മയുടെ ഉള്ളിലെ വികാരങ്ങളെയാണ് അനുഭവിക്കുന്നത്. അതുപോലെ പ്രകൃതിയുടെ ഗർഭപാത്രത്തിൽ കഴിയുന്ന നമ്മളോട് മരങ്ങളും ചെടികളും ആശയവിനിമയം നടത്തുന്നത് അവബോധത്തിലൂടെയാണ്. ചില സസ്യങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് സമാധാനം തോന്നുന്നത് എന്തുകൊണ്ടാണ്? ചില വനങ്ങളിൽ എത്തുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഭയമോ ജാഗ്രതയോ തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെയൊന്നും ആരും നമ്മളോട് സംസാരിക്കുന്നില്ല, എങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് വിവരങ്ങൾ കൈമാറപ്പെടുന്നു. ഈ വിവരക്കൈമാറ്റമാണ് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് നമ്മുടെ വൈദ്യന്മാരെ ഏത് സസ്യം മരുന്നാണെന്നും ഏത് വിഷമാണെന്നും തിരിച്ചറിയാൻ സഹായിച്ചത്. ഒരു കുഞ്ഞിന്റെ കരച്ചിലിന്റെ അർത്ഥം അമ്മ മനസ്സിലാക്കുന്നത് വ്യാകരണത്തിലൂടെയല്ല, മറിച്ച് സ്നേഹത്തിലൂടെയാണ്. സസ്യങ്ങളുമായുള്ള ആശയവിനിമയത്തിന്റെ താക്കോലും ഈ സ്നേഹം തന്നെയാണ്. ഒരു ചെടിയെ നാം സ്നേഹത്തോടെ പരിപാലിക്കുമ്പോൾ അത് തിരിച്ചു പ്രതികരിക്കുന്നു എന്നത് ഇന്ന് ശാസ്ത്രം പോലും അംഗീകരിക്കുന്ന കാര്യമാണ്. ആ ചെടി വളരുന്ന വേഗതയും അത് നൽകുന്ന പൂക്കളുടെ നിറവും പോലും നമ്മൾ അതിന് നൽകുന്ന വൈകാരികമായ ശ്രദ്ധയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യശരീരവും പ്രകൃതിയും ഒരേ 5 മൂലകങ്ങളാൽ മണ്ണ്, വെള്ളം, അഗ്നി, വായു, ആകാശം നിർമ്മിതമാണെന്ന് നമ്മുടെ പൂർവികർ അറിഞ്ഞിരുന്നു. പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഋതുക്കൾ, ചന്ദ്രന്റെ ഗതി നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ബാധിക്കുന്നു. സസ്യങ്ങൾ ഈ 5 മൂലകങ്ങളുടെയും സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന കണ്ണികളാണ്. അവയുമായി സംസാരിക്കുകയോ അവയുടെ സാമീപ്യത്തിൽ ഇരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ മൂലകങ്ങളും സന്തുലിതമാകുന്നു. നമ്മുടെ പൂർവികർ വിശ്വസിച്ചിരുന്നത് യഥാ പിണ്ഡേ തഥാ ബ്രഹ്മാണ്ഡേ എന്നാണ്. അതായത് ഈ പ്രപഞ്ചത്തിൽ ബ്രഹ്മാണ്ഡം എന്തെല്ലാം ഉണ്ടോ അത് നമ്മുടെ ശരീരത്തിലും പിണ്ഡം ഉണ്ട്. സസ്യങ്ങൾ ഈ 5 മൂലകങ്ങളുടെയും ശുദ്ധമായ രൂപത്തെ ഉൾക്കൊള്ളുന്നവരാണ്.
ശരീരത്തിൽ നമ്മുടെ അസ്ഥികൾ, പല്ലുകൾ, മാംസം, ചർമ്മം എന്നിവയെല്ലാം മണ്ണിന്റെ അംശങ്ങളാണ്. ചെടികൾ മണ്ണിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുത്ത് അവയുടെ ശരീരമായി മാറ്റുന്നു. നാം സസ്യഭക്ഷണം കഴിക്കുമ്പോൾ യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ പൃഥ്വി അംശത്തെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് സ്വീകരിക്കുന്നത്. ചെടികളുമായി സ്പർശനത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ അനാവശ്യ ഊർജ്ജം മണ്ണിലേക്ക് ഇറങ്ങിപ്പോവുകയും നമുക്ക് സ്ഥിരത ലഭിക്കുകയും ചെയ്യുന്നു. ശരീരത്തിൽ നമ്മുടെ ശരീരത്തിന്റെ 70% ജലമാണ്. രക്തം, ലസിക, മറ്റു ദ്രവങ്ങൾ എന്നിവ ജലത്തിന്റെ പ്രതിനിധികളാണ്. സസ്യങ്ങളുടെ ഉള്ളിലെ സ്രവങ്ങൾ അവയുടെ ജീവരക്തമാണ്. ചെടികൾക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നാം നൽകുന്ന ആ സ്നേഹം നമ്മുടെ ഉള്ളിലെ ജലാംശത്തെയും വികാരങ്ങളെയും ശുദ്ധീകരിക്കുന്നു. മരങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഈർപ്പം പുറത്തുവിടുന്നത് വഴി നമ്മുടെ ശ്വസന പ്രക്രിയയെ സുഗമമാക്കുന്നു. ശരീരത്തിൽ നമ്മുടെ ശരീരതാപം, ദഹനശക്തി, ജഠരാഗ്നി, കാഴ്ചശക്തി എന്നിവ അഗ്നിയുടെ രൂപങ്ങളാണ്. പ്രകാശസംശ്ലേഷണം വഴി സൂര്യപ്രകാശത്തെ, അഗ്നിയെ ആഹാരമാക്കി മാറ്റുന്ന വിദ്യ സസ്യങ്ങൾക്കറിയാം. സസ്യങ്ങളിൽ നിശബ്ദമായി കത്തുന്ന ഈ ജീവാഗ്നിയുമായി സമ്പർക്കം പുലർത്തുന്നത് നമ്മുടെ ഉള്ളിലെ ഉന്മേഷം വർദ്ധിപ്പിക്കാനും വിഷാദം അകറ്റാനും സഹായിക്കുന്നു. ശരീരത്തിൽ നമ്മുടെ ശ്വാസോച്ഛ്വാസം, ചലനങ്ങൾ, നാഡീവ്യൂഹത്തിലെ സിഗ്നലുകൾ എന്നിവ വായുവിനാൽ നിയന്ത്രിക്കപ്പെടുന്നു. സസ്യങ്ങൾ വായുവിനെ ശുദ്ധീകരിക്കുന്ന യന്ത്രങ്ങളാണ്. ഒരു മരത്തിന്റെ സാമീപ്യത്തിൽ ഇരിക്കുമ്പോൾ നാം ശ്വസിക്കുന്നത് വെറും വായു മാത്രമല്ല, ആ സസ്യം പുറത്തുവിടുന്ന പ്രാണശക്തി കൂടിയാണ്. ഈ പ്രാണവായു നമ്മുടെ രക്തത്തെ ശുദ്ധീകരിക്കുകയും മനസ്സിന് തെളിച്ചം നൽകുകയും ചെയ്യുന്നു. ശരീരത്തിൽ കോശങ്ങൾക്കിടയിലുള്ള വിടവ്, ചെവിയിലെ ദ്വാരം, വായ, മൂക്ക് തുടങ്ങി ശരീരത്തിലെ ശൂന്യമായ ഇടങ്ങളെല്ലാം ആകാശതത്വമാണ്. ഇത് ശബ്ദത്തെയും മനസ്സിനെയും സ്വാധീനിക്കുന്നു. സസ്യങ്ങൾ അവയുടെ ചുറ്റുമുള്ള ഇടത്തെ പോസിറ്റീവ് തരംഗങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു. നാം ഒരു വനത്തിലോ പൂന്തോട്ടത്തിലോ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആകാശം അല്ലെങ്കിൽ മനസ്സ് ശാന്തമാകുന്നത് ഈ ഊർജ്ജവിനിമയം കൊണ്ടാണ്. നമ്മുടെ ഉള്ളിലെ ഏതെങ്കിലും ഒരു മൂലകത്തിന് വ്യതിയാനം സംഭവിക്കുമ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന്, മനസ്സിന് ഭാരം കൂടുമ്പോൾ അമിത ചിന്ത, അത് ആകാശതത്വത്തിന്റെ തകരാറാണ്. ഒരു മരത്തിന് ചുവട്ടിൽ ഇരിക്കുന്നത് ഈ ഭാരം കുറയ്ക്കാൻ സഹായിക്കും. പ്രകൃതിയുമായുള്ള ഈ അദൃശ്യ ബന്ധം തിരിച്ചറിയുമ്പോൾ നാം സസ്യങ്ങളെ വെറും കാഴ്ചവസ്തുക്കളായല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിന്റെ തന്നെ വിപുലീകരണമായി കാണാൻ തുടങ്ങും. മരങ്ങളും ചെടികളും അവയുടെ സംരക്ഷണത്തിനായി വായുവിലേക്ക് പുറപ്പെടുവിക്കുന്ന ചില ജൈവ സംയുക്തങ്ങളാണ് ഫൈറ്റോൺസൈഡുകൾ. നാം ഒരു കാട്ടിലൂടെ നടക്കുമ്പോഴോ ചെടികൾക്കിടയിൽ ഇരിക്കുമ്പോഴോ ഈ സംയുക്തങ്ങൾ ശ്വസിക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തിലെ നാച്ചുറൽ കില്ലർ കോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് ജപ്പാനിലെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ക്യാൻസർ കോശങ്ങളെപ്പോലും പ്രതിരോധിക്കാൻ സഹായിക്കുന്നു. ബയോഫീലിയ ഇഫക്റ്റ്, എഡ്വേർഡ് ഒ. വിൽസൺ എന്ന ശാസ്ത്രജ്ഞൻ മുന്നോട്ടുവെച്ച ആശയമാണിത്. മനുഷ്യന് പ്രകൃതിയുമായി ജന്മനാ ഉള്ള ഒരു ജൈവിക ബന്ധമാണിത്. സസ്യങ്ങളുടെ പച്ചനിറം കാണുന്നതും അവയുടെ സാമീപ്യവും നമ്മുടെ തലച്ചോറിലെ അമിഗ്ദല എന്ന ഭാഗത്തെ ശാന്തമാക്കുന്നു. ഇത് ഭയം, ഉത്കണ്ഠ എന്നിവ കുറയ്ക്കുകയും ശരീരത്തിലെ സമ്മർദ്ദ ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് പെട്ടെന്ന് താഴുകയും ചെയ്യുന്നു. സസ്യങ്ങൾക്ക് കേന്ദ്രീകൃതമായ ഒരു മസ്തിഷ്കം ഇല്ലെങ്കിലും അവയ്ക്ക് വളരെ സങ്കീർണമായ ഒരു നാഡീവ്യൂഹം ഉണ്ടെന്ന് ശാസ്ത്രം ഇന്ന് തിരിച്ചറിയുന്നു. ചെടികൾക്ക് ചുറ്റുമുള്ള മാറ്റങ്ങൾ തിരിച്ചറിയാനും അവയോട് പ്രതികരിക്കാനും സാധിക്കും. മനുഷ്യൻ അവയോട് സംസാരിക്കുമ്പോഴോ സ്നേഹത്തോടെ സ്പർശിക്കുമ്പോഴോ ഉണ്ടാകുന്ന വോൾട്ടേജ് വ്യതിയാനങ്ങൾ ശാസ്ത്രജ്ഞർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്നേഹപൂർണമായ അന്തരീക്ഷത്തിൽ സസ്യങ്ങൾ കൂടുതൽ ആരോഗ്യത്തോടെ വളരുന്നു എന്നതിന് പിന്നിലെ രഹസ്യവും ഇതാണ്. നാസ നടത്തിയ പഠനപ്രകാരം ഇൻഡോർ സസ്യങ്ങൾ വായുവിലെ ബെൻസീൻ, ഫോർമാൽഡിഹൈഡ് തുടങ്ങിയ വിഷവാതകങ്ങളെ ആഗിരണം ചെയ്യുന്നു.
ശുദ്ധമായ വായു നമ്മുടെ തലച്ചോറിലെ സെറോഡോണിൻ എന്ന ഹാപ്പി ഹോർമോണിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നു. ഇത് വിഷാദരോഗം കുറയ്ക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. സസ്യങ്ങൾ സംഗീതത്തോടും നല്ല തരംഗങ്ങളോടും നല്ല രീതിയിൽ പ്രതികരിക്കുന്നു എന്ന് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നു. ക്ലാസിക്കൽ സംഗീതം കേൾപ്പിക്കുന്ന ചെടികളിൽ കൂടുതൽ പൂക്കളും കായ്കളും ഉണ്ടാകുന്നു എന്നത് ശാസ്ത്രീയമായി നിരീക്ഷിക്കപ്പെട്ട ഒന്നാണ്. നമ്മുടെ ചിന്തകൾക്കും വാക്കുകൾക്കും ഒരു തരംഗദൈർഘ്യമുണ്ട്. ആ തരംഗങ്ങൾ സസ്യങ്ങളുടെ വളർച്ചയെ സ്വാധീനിക്കുന്നു. നമ്മുടെ വീടിന്റെ ഓരോ കോണിലും പ്രകൃതിയുടെ സാന്നിധ്യം കൊണ്ടുവരുന്നത് വഴി ഒരു ഹീലിംഗ് സ്പേസ് നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. അതിനായി തിരഞ്ഞെടുക്കാവുന്ന പ്രധാന സസ്യങ്ങൾ ഇവയാണ്. തുളസി. ആയുർവേദത്തിൽ ഔഷധങ്ങളുടെ രാജ്ഞി എന്നാണ് തുളസി അറിയപ്പെടുന്നത്. ഇത് ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കുകയും വായുവിലെ ബാക്ടീരിയകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. മാനസിക സ്വാധീനം. തുളസിയുടെ സാമീപ്യം മനസ്സിന് ശാന്തതയും വ്യക്തതയും നൽകുന്നു. ഇതിന്റെ ഇലകളിൽ നിന്നുള്ള സുഗന്ധം ശ്വസിക്കുന്നത് സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. സ്ഥാനം. വീടിന്റെ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ഭാഗത്തോ കാറ്റും വെളിച്ചവും ലഭിക്കുന്ന ജനാലയ്ക്കൽ വെക്കുന്നതോ ആണ് ഉചിതം. ലാവെൻഡർ. ഗുണങ്ങൾ. ലാവെൻഡറിന്റെ സുഗന്ധത്തിന് നാഡീവ്യവസ്ഥയെ ശാന്തമാക്കാനുള്ള അത്ഭുതകരമായ കഴിവുണ്ട്. മാനസിക സ്വാധീനം. ഉറക്കമില്ലായ്മ, ഉത്കണ്ഠ എന്നിവ അനുഭവിക്കുന്നവർക്ക് ലാവെൻഡർ ഒരു മികച്ച ഔഷധമാണ്. കറ്റാർവാഴ. നെഗറ്റീവ് ഊർജ്ജത്തെ ആഗിരണം ചെയ്യുന്നു. ഗുണങ്ങൾ. വായു ശുദ്ധീകരിക്കാൻ ഏറ്റവും മികച്ച സസ്യങ്ങളിൽ ഒന്നാണിത്. രാത്രിയിൽ ഓക്സിജൻ പുറത്തുവിടാൻ ഇതിന് കഴിവുണ്ട്. മാനസിക സ്വാധീനം. അന്തരീക്ഷത്തിലെ നെഗറ്റീവ് വൈബ്രേഷനുകളെ ആഗിരണം ചെയ്യാനും വീടിനുള്ളിൽ സുരക്ഷിതമായ ഒരു അനുഭവം നൽകാനും കറ്റാർവാഴ സഹായിക്കുന്നു. വായുവിലെ വിഷാംശങ്ങൾ കൂടുമ്പോൾ ഇതിന്റെ ഇലകളിൽ തവിട്ടുനിറത്തിലുള്ള പാടുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇത് വായുവിന്റെ ഗുണനിലവാരം കുറവാണെന്നതിന്റെ സൂചനയാണ്. സ്ഥാനം. ലിവിംഗ് റൂമിലോ ബാൽക്കണിയിലോ വെക്കാവുന്നതാണ്. സ്നേക്ക് പ്ലാന്റ്. സംരക്ഷണത്തിന്റെ ഊർജ്ജം. ഗുണങ്ങൾ. രാത്രിയിൽ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജൻ പുറത്തുവിടുന്ന അപൂർവ സസ്യമാണിത്. മാനസിക സ്വാധീനം. ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇത് വായുവിലെ ഈർപ്പം നിലനിർത്തുകയും ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ കുറയ്ക്കുകയും ചെയ്യുന്നത് വഴി മനസ്സിന് ആശ്വാസം നൽകുന്നു. മണി പ്ലാന്റ്. സമൃദ്ധിയും സന്തോഷവും. ഗുണങ്ങൾ. പെട്ടെന്ന് വളരുന്ന ഈ സസ്യം ഏതൊരു സാഹചര്യത്തോടും ഇണങ്ങിച്ചേരുന്നു. മാനസിക സ്വാധീനം. ഇതിന്റെ പച്ചപ്പും വളർച്ചയും കാണുന്നത് തന്നെ സന്തോഷകരമാണ്. ജീവിതത്തിൽ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും വളർച്ചയെ സ്വീകരിക്കാനുമുള്ള പ്രചോദനം ഈ സസ്യം നൽകുന്നു. സസ്യങ്ങൾ വളരെ സൂക്ഷ്മമായ തരംഗങ്ങളിലൂടെയാണ് സംവദിക്കുന്നത്. നമ്മുടെ മനസ്സിൽ ഒരേ സമയം 100 ചിന്തകൾ ഓടിക്കൊണ്ടിരുന്നാൽ അവയെ ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയില്ല. സസ്യങ്ങളുമായി ആശയവിനിമയം നടത്തുക എന്നത് കേവലം വാക്കുകൾ ഉപയോഗിച്ചുള്ള ഒന്നല്ല, മറിച്ച് നമ്മുടെ അവബോധവും ഊർജ്ജവും തമ്മിലുള്ള ഒരു കൈമാറ്റമാണ്. ഇതിനെ ഒരു ധ്യാനം പോലെ ലളിതമായ 5 ഘട്ടങ്ങളിലൂടെ നമുക്ക് പരിശീലിക്കാം. ഒരു ചെടിയുടെ അടുത്തോ മരത്തിന് ചുവട്ടിലോ ശാന്തമായി ഇരിക്കുക. കണ്ണുകൾ അടച്ച് 3-4 തവണ ദീർഘമായി ശ്വസിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക.
ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ഉള്ളിലെ ബഹളങ്ങൾ അടങ്ങുന്നത് വരെ കാത്തിരിക്കുക. ഏതൊരു സംഭാഷണവും തുടങ്ങുന്നത് ഒരു ഹലോ പറഞ്ഞാണല്ലോ. ഇവിടെ നമ്മുടെ ചിന്തയാണ് ഹലോ. മനസ്സിൽ ആ ചെടിയോട് സ്നേഹപൂർവ്വം അനുവാദം ചോദിക്കുക. ഞാൻ നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, നിന്നെ അറിയാൻ ആഗ്രഹിക്കുന്നു. ഈ ചിന്ത ആ ചെടിയിലേക്ക് ഒരു പ്രകാശതരംഗം പോലെ ഒഴുകുന്നതായി സങ്കൽപ്പിക്കുക. വാക്കുകൾക്ക് പകരം ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുക. ആ ചെടിയുടെ നിറം, ഇലകളിലെ വരകൾ, പൂക്കളുടെ ആകൃതി എന്നിവ സൂക്ഷ്മമായി നോക്കുക. ഇലകളിൽ വളരെ മൃദുവായി സ്പർശിക്കുക. ആ ഇലയുടെ തണുപ്പോ ചൂടോ മർദ്ദമോ അനുഭവിക്കുക. നിങ്ങളുടെ ഹൃദയമിടിപ്പും ആ ചെടിയുടെ സ്പന്ദനവും ഒരേ താളത്തിലാകുന്നത് സങ്കൽപ്പിക്കുക. ഈ ഘട്ടത്തിൽ പലർക്കും തങ്ങളുടെ ഉള്ളിൽ ഒരു തണുപ്പോ അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം സന്തോഷമോ അനുഭവപ്പെടാറുണ്ട്. ചെടികൾ മറുപടി നൽകുന്നത് നമ്മുടെ മനസ്സിലെ ഉൾവിളികളിലൂടെ ആണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രശ്നത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു സംശയത്തെക്കുറിച്ചോ ആ ചെടിയോട് ചോദിക്കുക. ഉടൻ തന്നെ മറുപടി പ്രതീക്ഷിക്കരുത്. ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു തിരിച്ചറിവ്, ഒരു ചിത്രം, അല്ലെങ്കിൽ ഒരു പ്രത്യേക വികാരം, ഉദാഹരണത്തിന് പെട്ടെന്നുണ്ടാകുന്ന സമാധാനം, ആയിരിക്കും ആ സസ്യം നൽകുന്ന മറുപടി. സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ നന്ദി പറയുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ ശ്വാസവും ജീവനും നിലനിർത്തുന്നതിൽ ആ സസ്യം വഹിക്കുന്ന പങ്കിന് മനസ്സാ നന്ദി പറയുക. ഈ നന്ദി പ്രകാശനം നിങ്ങളുടെയും ആ സസ്യത്തിന്റെയും ഇടയിൽ ഒരു എനർജി ബോണ്ട് സൃഷ്ടിക്കുന്നു. രാവിലെ എഴുന്നേറ്റ ഉടൻ നിങ്ങളുടെ വീട്ടിലെ ഒരു ചെടിയുടെ അടുത്ത് പോയി ഒരു നിമിഷം നിൽക്കുക. അതിനോട് ഒരു ചെറിയ കാര്യം പങ്കുവയ്ക്കുക. ദിവസങ്ങൾ കഴിയുന്തോറും ആ ചെടി വാടുകയാണോ അതോ കൂടുതൽ സന്തോഷത്തോടെ നിൽക്കുകയാണോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങും. ഇത് നിങ്ങളുടെ ബന്ധം ആഴത്തിലുള്ളതാക്കുന്നു. നിങ്ങളുടെ മുന്നിലുള്ള ചെടിയുടെ സാമീപ്യത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക. ആ ചെടിയും നിങ്ങളും തമ്മിലുള്ള അകലം കുറയുന്നത് സങ്കൽപ്പിക്കുക. കേവലം ഒരു വസ്തുവായിട്ടല്ലാതെ നിങ്ങളെപ്പോലെ തന്നെ ബോധമുള്ള ഒരു ജീവനായി അതിനെ കാണുക. മനസ്സിൽ ആദരവോടെ ഇങ്ങനെ പറയുക: നീ എനിക്ക് നൽകുന്ന ഈ സമയത്തിന് നന്ദി. നിന്നെ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നാം കണ്ണുകൾ കൊണ്ടല്ല, ശ്രദ്ധ കൊണ്ടാണ് നോക്കുന്നത്. ആ ചെടിയുടെ ഇലകളിൽ സൂര്യപ്രകാശം തട്ടുന്നത് എങ്ങനെയെന്ന് നോക്കൂ. ആ പച്ചനിറത്തിന്റെ വിവിധ തലങ്ങൾ ശ്രദ്ധിക്കൂ. ഇലകളുടെ വശങ്ങളിലെ ക്രമങ്ങൾ, പൂക്കളുടെ മൃദുത്വം എന്നിവയിലേക്ക് ശ്രദ്ധ കൊടുക്കുക.
എന്തുകൊണ്ടാണ് ആ ചെടി ഈ രൂപത്തിൽ ഇരിക്കുന്നത്? ഈ നിരീക്ഷണത്തിലൂടെ നിങ്ങൾ ആ സസ്യത്തിന്റെ ഭാഷ പഠിച്ചു തുടങ്ങുകയാണ്. യുക്തി ഉപയോഗിച്ച് വിശകലനം ചെയ്യാതെ ഒരു കുട്ടി നോക്കുന്നത് പോലെ ആ വിസ്മയത്തെ നോക്കി നിൽക്കുക. ഇതാണ് സംവാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. പ്രകൃതി എപ്പോഴും നമുക്ക് നേരെ പിടിച്ച കണ്ണാടിയാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചോദ്യം, അത് ജീവിതത്തിലെ ഒരു തീരുമാനമാകാം, അല്ലെങ്കിൽ ഒരു വിഷമമാകാം, മനസ്സിൽ കരുതുക. എന്നിട്ട് ആ ചെടിയിലേക്ക് നോക്കുക. പുറമേ നിന്ന് ശബ്ദങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരുപക്ഷേ ആ ചെടിയുടെ അചഞ്ചലമായ നിൽപ്പ് നിങ്ങൾക്ക് ക്ഷമ എന്ന മറുപടി നൽകിയേക്കാം. പെട്ടെന്ന് വീശുന്ന ഒരു കാറ്റിൽ ആ ഇലകൾ ആടുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഭാരം കുറയുന്നതിന്റെ അടയാളമാകാം. പെട്ടെന്ന് വീശുന്ന ഒരു കാറ്റിൽ ആ ഇലകൾ ആടുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഭാരം കുറയുന്നതിന്റെ അടയാളമാകാം. നിങ്ങളുടെ ഉള്ളിൽ പെട്ടെന്ന് തെളിയുന്ന ഒരു പോസിറ്റീവ് ചിന്ത ആ സസ്യം നിങ്ങൾക്ക് നൽകുന്ന മറുപടിയായി സ്വീകരിക്കുക. കണ്ണുകൾ പകുതി അടച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പ്രകാശപൂർണമായ ഒരു പച്ചരശ്മി ആ ചെടിയുടെ തണ്ടുകളിലേക്കും വേരുകളിലേക്കും പടരുന്നതായി സങ്കൽപ്പിക്കുക. നിങ്ങൾ ആ ചെടിക്ക് സ്നേഹം നൽകുന്നു, ആ ചെടി തിരിച്ചു നിങ്ങൾക്ക് ശാന്തി നൽകുന്നു. നിങ്ങൾ രണ്ടും ഒരേ പ്രാണശക്തിയുടെ രണ്ട് രൂപങ്ങളാണെന്ന് തിരിച്ചറിയുക. ആ ബന്ധം അനുഭവിക്കുക. ആധുനിക ലോകം ശബ്ദമയമാണ്. എന്നാൽ ചെടികൾ വളരുന്നത് നിശബ്ദമായിട്ടാണ്. ഏറ്റവും വലിയ മാറ്റങ്ങൾ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നത് ഒച്ചപ്പാടുകളില്ലാതെയാണ്. നാം ശാന്തരാകുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ചിന്തകളുടെ തിരമാലകൾ അടങ്ങുന്നു. അപ്പോൾ മാത്രമേ പ്രകൃതിയുടെ സൂക്ഷ്മമായ തരംഗങ്ങൾ നമ്മുടെ മനസ്സിന് സ്വീകരിക്കാൻ കഴിയൂ. ഒരു മരം നമുക്ക് നൽകുന്ന സന്ദേശം വാക്കുകളിലൂടെയല്ല, മറിച്ച് അതൊരു അനുഭവമായി മാറിയാണ് നമ്മുടെ ഉള്ളിലെത്തുന്നത്. സ്പർശനത്തിന്റെ അത്ഭുതശക്തി. ഇന്ന് നിങ്ങൾ മുറ്റത്തോ പറമ്പിലോ പോകുമ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ചെറിയ ചെടിയെങ്കിലും ഒന്ന് സ്പർശിക്കാനും അതിനോട് ഒന്ന് പുഞ്ചിരിക്കാനും ശ്രമിക്കുക. ആ സ്പർശനത്തിലൂടെ നിങ്ങൾ ചെയ്യുന്നത് ഒരു എനർജി എക്സ്ചേഞ്ച് ആണ്. നിങ്ങളുടെ കൈവിരലുകളിലൂടെ ചെടിയിലേക്കും ചെടിയുടെ ഇലകളിലൂടെ നിങ്ങളിലേക്കും ജീവന്റെ സ്പന്ദനങ്ങൾ കൈമാറപ്പെടുന്നു. ഒരു പുഞ്ചിരി എന്നത് വെറുമൊരു മുഖഭാവമല്ല, മറിച്ച് നിങ്ങൾ പുറപ്പെടുവിക്കുന്ന പോസിറ്റീവ് ഊർജ്ജമാണ്. സസ്യങ്ങൾ ആ തരംഗങ്ങളെ തിരിച്ചറിയുന്നു. പ്രകൃതിയോട് സഹിഷ്ണുത കാണിക്കുമ്പോൾ സ്വാഭാവികമായും മനുഷ്യരോടും ജീവിത സാഹചര്യങ്ങളോടും കൂടുതൽ ക്ഷമ കാണിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആ ഒരു നിമിഷത്തെ സമാധാനം നിങ്ങളുടെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും ആ ദിവസം മുഴുവൻ നിലനിൽക്കുന്ന ഒരു പോസിറ്റീവ് എനർജി നൽകാനും സഹായിക്കും. നാളെ രാവിലെ നിങ്ങൾ ഉണരുമ്പോൾ ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നത് ഒരു ജോലിയായി കാണരുത്. പകരം അതൊരു സംഭാഷണമായി കാണുക. നിങ്ങൾ നൽകുന്ന ഓരോ തുള്ളി വെള്ളവും ഓരോ സ്പർശനവും പ്രകൃതി തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ പ്രകൃതിയെ കേൾക്കാൻ തയ്യാറാണെങ്കിൽ പ്രകൃതി നിങ്ങൾക്ക് നൽകുന്നത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ആരോഗ്യവും ശാന്തിയുമായിരിക്കും. ഓർക്കുക, ഒരു പൂവ് വിരിയുന്നത് മറ്റൊന്നിനോട് മത്സരിക്കാനല്ല, അത് അതിന്റെ സ്വഭാവമനുസരിച്ച് വിരിയുന്നു.
സസ്യങ്ങളുമായി അടുക്കുമ്പോൾ നമ്മളും ആ സത്യം മനസ്സിലാക്കുന്നു. മറ്റൊരാളാകാൻ ശ്രമിക്കാതെ സ്വന്തം ഉള്ളിലെ സൗന്ദര്യത്തെ പുറത്തെടുക്കുക എന്നതാണ് ജീവിതം. താങ്ക് യു ഗോഡ്. താങ്ക് യു ഓൾ.